ഇന്ന് ഓഗസ്റ്റ് 8, അതായത് നമ്മുടെ അഞ്ജുയുടെ ബർത്ത്ഡേ ദിവസം. രാവിലെ തന്നെ അച്ഛനും അമ്മയും ഞാനും ആൻമോളും ഒക്കെ അഞ്ജുവിനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു രാത്രി നമ്മൾ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് കണ്ടുമുട്ടുന്ന ആ ഒരു മീറ്റപ്പ് ഒന്നുമല്ല. ചില സമയങ്ങളിൽ നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോഴേക്കും നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ കണ്ടുമുട്ടുന്നു. പിന്നെ അവിടെ നിന്നായിരിക്കും അങ്ങോട്ട് യഥാർത്ഥത്തിലുള്ള ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ബീച്ച് ഹിൽസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തണുത്ത കാറ്റും മഴയും തിരമാലകളുടെ ശബ്ദവും ഒക്കെ കൂടെ കൂടിയിട്ട് ഒരു വൈബിലാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ ആസ്വദിക്കുന്നത്. ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഒത്തുചേരുമ്പോൾ അതും യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോഴേക്കും പിന്നെ പറയണ്ടല്ലോ, അവരുടെ തമാശയ്ക്ക് നമ്മൾ ചിരിക്കുന്നു, നമ്മുടെ തമാശയ്ക്ക് അവർ ചിരിക്കുന്നു, പരസ്പരം ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെയും നടന്നത്. അങ്ങനെ നീണ്ടു പോകുന്ന സംസാരങ്ങൾക്കിടയിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഇനി എത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫുഡ് അടുത്ത് വന്നു കഴിയുമ്പോഴേക്കും ഒന്ന് ശാന്തമായി ആ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അത് തന്നെയാണ് ഞാൻ ഇവിടെയും പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. ഫുഡ് അടിയും സംസാരവും ഒക്കെ ഒരു ഇഞ്ച് വ്യത്യാസം പോലും ഇല്ലാതെ ഒരേ മീറ്ററിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ തീർന്നു. അവസാനം ഇതായിരുന്നു അവസ്ഥ. എനിക്ക് തോന്നുന്നു കഫേയിലുള്ളവർക്ക് ഇതിന്റെ വേസ്റ്റ് പോലും തട്ടിക്കളയേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, പ്ലേറ്റും ഗ്ലാസും ഒക്കെ കീപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളിൽ മിക്ക ആളുകളും പുറത്തു പോയി ഇതുപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പാത്രം അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകലാണ് പതിവ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. കഴിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു സംശയവും കൂടാതെ മനസ്സിൽ ഉറപ്പിച്ചോ, നിങ്ങൾ അടിപൊളിയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10:30 കഴിഞ്ഞു. അപ്പോഴേക്കും ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യതയൊക്കെ കണ്ടു തുടങ്ങി. നല്ല മഞ്ഞായി. കടലിലെ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്ന ശബ്ദം വീണ്ടും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ തുടങ്ങി. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാം. ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇങ്ങനൊരു വൈബിലിരുന്ന് നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നല്ലൊരു മഴ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച പാടെ എല്ലാവർക്കും പിരിയാം എന്നുള്ളതായിരുന്നു പ്ലാൻ. അങ്ങനെ പിരിയുന്നതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 10-20 പ്രാവശ്യം, അത് ചിലപ്പോൾ കുറഞ്ഞു പോകും, എന്നാൽ നമുക്കൊരു 10-50 പിടിക്കാം. അങ്ങനെ ഒരു 10-50 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പരസ്പരം ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഓരോ ടാറ്റ ബൈ ബൈ പറഞ്ഞു കഴിയുമ്പോഴും നമുക്ക് പുതിയ പുതിയ ടോപ്പിക് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ആ ഒരു ടോപ്പിക്കിലൊക്കെ ചർച്ച ചെയ്ത് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് നമ്മൾ തിരിച്ചത്.